ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ PSC ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും വീഡിയോകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള കണ്ടൻറ്റ് മാത്രമേ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അത് PSCയുമായി ബന്ധപ്പെട്ട ക്ലാസ്സസും എല്ലാം ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. സോ നമുക്കാദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് LP UP സിലബസിൻ്റെ ഒരു അനാലിസിസ് ആണ്. തീർച്ചയായിട്ടും 2026 ഒക്കെ ആകുമ്പോഴത്തേക്കും LP UP വിളിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് സമയം കിടപ്പുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്തെ നമ്മൾ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം എന്ത് ചെയ്യുക, എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ ടൈറ്റാണ്. എല്ലാവരും ഒന്നിനോടൊന്ന് മികച്ചതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരിക്കലും പുറകോട്ട് പോകരുത്, നമ്മളൊരിക്കലും പഠിക്കാണ്ടിരിക്കരുത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് റാങ്കിൽ എവിടെയെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സാമും ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ചാടിക്കേറി അങ്ങ് നമ്മൾ എന്ത് ചെയ്യരുത്, പഠിക്കാനായിട്ട് ഇരിക്കരുത്. നമ്മൾ ക്ലാസ് കേട്ടങ്ങ് പഠിച്ചങ്ങ് തുടങ്ങരുത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, സിലബസ് എന്നിട്ട് മനസ്സിലാക്കുക. സിലബസിനെ ആദ്യം പഠിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ഒരു 2 ദിവസം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല. സിലബസിനെ ആദ്യം അറിയുക, സിലബസിനെ പഠിക്കുക. സമാധാനത്തിൽ സാവകാശം നമ്മൾ ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്സിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ LP UP സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് മുന്നത്തെ പരീക്ഷയുടെ LP UP സിലബസ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ചരിത്രമാണ് അല്ലേ. ഭാഗം 1 ചരിത്രം വരുന്നുണ്ട്. ഭാഗം 1 ഒരുപാട് ടോപ്പിക് ഉണ്ട്. അത് ആദ്യം വരുന്നത് ചരിത്രമാണ്. ചരിത്രത്തിൽ കേരള ചരിത്രം ഉണ്ട്, ദേശീയ ഇന്ത്യൻ ചരിത്രമുണ്ട്, അതോടൊപ്പം തന്നെ ലോക ചരിത്രമുണ്ട്. ഇത് വരുന്നത് 10 മാർക്കിനാണ്. അപ്പോൾ 10 മാർക്ക് എന്ന് പറയുമ്പം നിസ്സാരക്കാരനല്ല അത്. തീർച്ചയായിട്ടും 10 മാർക്കിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ കേരള ചരിത്രത്തിൽ ഈ 3 ചരിത്രങ്ങളിലും നമുക്ക് ഏറ്റവും നമ്മൾ ഹോട്ട് ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടത് കേരള ചരിത്രം തന്നെയാണ്. കാരണം അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. അതിൻ്റെ അകത്ത് പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയും പാലിത്തച്ഛനും, കുറിച്യർ കലാപം. ഇത് പഠിക്കണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്ന കേരള നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കൂടുതൽ ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരും. ഈ കേരള നവോത്ഥാനത്തിനോടൊപ്പം തന്നെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം നമ്മൾ. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, വിടാതെ പഠിച്ചോളുക. അതിൽ വരുന്നതാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്രവേലാർ സമരം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കണം. ഇതിപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കൊച്ചി ദേശീയ പ്രസ്ഥാനം, കൊച്ചിയിൽ, തിരുവിതാംകൂറിൽ, മലബാറിൽ 3 നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിനുശേഷം വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ മഹാത്മാഗാന്ധിയുണ്ട്, ഭഗത് സിംഗ് ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്. നമ്മൾ പഠിക്കണം അവരെക്കുറിച്ച്. അതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ വന്നിട്ടുള്ള ടോപ്പിക്കാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നമ്മൾ പഠിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പ്രധാനമായിട്ടും വരുന്നത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും പിന്നെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ലോക ചരിത്രത്തിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് നദീ തട സംസ്കാരങ്ങൾ മാത്രമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് നല്ലപോലെ പഠിച്ചു വയ്ക്കുക. അതിൽ വരുന്നതാണ് ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇത് പഠിച്ചങ്ങ് വയ്ക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും പഠിച്ച് വയ്ക്കണം നമ്മൾ. പിന്നെ കറണ്ട് അഫയേഴ്സ്, അത് ഈ 2 മാർക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചേ പറ്റൂ. അതങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നും പഠിക്കാതെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പത്രം വായിക്കുക, നല്ലപോലെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് അങ്ങനെ ജനറലായിട്ട് നമ്മൾ പഠിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് 5 മാർക്കിൻ്റെ ടോപ്പിക്. അപ്പോൾ ഈ ചരിത്രം 10 മാർക്കിനുള്ളത് കഴിഞ്ഞു. ഇനിയുള്ളതാണ് 5 മാർക്കിൻ്റെ അടുത്ത ടോപ്പിക്ക്. 5 മാർക്കിന് നമുക്ക് എന്തൊക്കെയാണ് അടുത്തതുള്ളതെന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം, പിന്നെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് എല്ലാ ടോപ്പിക്കിലും ഉണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്ക് എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ മാർക്ക് അറിഞ്ഞ് പഠിക്കുക, സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, കോൺസ്റ്റിറ്റ്യൂഷനാണിത്, മാമുഖം, മൗലികാവകാശം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ PSCയെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ ഇത് 5 മാർക്കിൽ വരുന്ന ടോപ്പിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ സയൻസ്, ഇവിടെ രാഷ്ട്രതന്ത്രശാസ്ത്രം കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ പഠിക്കുക. കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് വെറുതെ നമ്മുടെ സമയം കളയരുത്. അതുപോലെ തന്നെയാണ് ജോഗ്രഫിയും സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. റിസർവ് ബാങ്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, കഴിഞ്ഞ വർഷം ചോദ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമൂഹശാസ്ത്രം, അതിൽ കുടുംബം, സമൂഹീകരണം, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത്രയുമാണ് 5 മാർക്കിൽ വരുന്നത്. അടുത്തത് വരുന്നത് സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കാണ് ഓരോന്നും. ഫിസിക്സ് 7, ബയോളജി 6, കെമിസ്ട്രി 7. ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. ഭൗതികശാസ്ത്രത്തിൽ ഇത്രയും ടോപ്പിക്കുണ്ട്, പഠിച്ചേ പറ്റൂ. ഇതിൽ വൈദ്യുതി എന്ന് പറയുന്ന LP UPയുടെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് കേട്ടോ. സാധാരണ PSCക്കില്ല, വൈദ്യുതി നമുക്ക് പഠിക്കാനുണ്ടത്. പിന്നെതാ ഇത്രയും കൂടെ ഉണ്ട് നമ്മുടെ ഫിസിക്സ്. ഇത് 7 മാർക്കിനാണ്, മാർക്ക് അറിഞ്ഞ് പഠിക്കുക. ഇനി കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഉണ്ട്. വാതക നിയമമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിൾ, അതുപോലെ വളരെ ഡീപ്പായിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കറണ്ട് അഫയേഴ്സ് നോക്കുക, എല്ലാത്തിൻ്റെയും കറണ്ട് അഫയേഴ്സ് പഠിക്കണം. പിന്നെ വരുന്നത് ബയോളജി 6 മാർക്കിനാണ്. 6 മാർക്കിന് ഇത് മാത്രമല്ല, ഇത്രയും ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. ഇതിൽ വിറ്റാമിനുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രോഗം, ആരോഗ്യ പരിപാലനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാം. സയൻസ് വിഷയങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഏതാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ, നമ്മുടെ മാത്സിൻ്റെ മാർക്ക് എത്രയാണ്? 15 ശ്രദ്ധിക്കുക. 15 ചോദ്യങ്ങളെങ്കിലും അപ്പോൾ കാണും, 10 മുതൽ 15 ചോദ്യം വരെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാം തുല്യമായ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക, എല്ലാ ടോപ്പിക്കും. അരിത്തമെറ്റിക്കിൻ്റെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി ചെയ്യണം. ഡെയിലി മാത്സ് ചെയ്താലേ നമുക്ക് മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ മാത്സ് 15 മാർക്കാണ്, അത് നമ്മൾ കൃത്യമായി പഠിക്കുക. ഓക്കെ അല്ലേ? ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഭിന്നസംഖ്യ വരുന്നുണ്ട്, ദശാംശ സംഖ്യകൾ വരുന്നുണ്ട്, വർഗമൂലം വരുന്നുണ്ട്, ശരാശരി വരുന്നുണ്ട്, പാറ്റേൺസ്, മെൻ്റൽ എബിലിറ്റി വരുന്നുണ്ട്, അനുപാതം, ശതമാനം, സമയം, ജോലി, ദൂരവും സമയവും, ക്ലോക്ക് കോണ്, പലിശ, കൂട്ടുപലിശ, ജ്യാമിതി, ഘനരൂപം, ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവും, LCM, HCF, ലാഭം, നഷ്ടം, മെട്രിക് അളവുകൾ, സർവ്വസമവാക്യങ്ങൾ, സാംഖ്യികം. ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത ഭാഗമാണ് ഭാഗം 4, 20 മാർക്കിന്. ഏതാണ്? സൈക്കോളജി. നമ്മുടെ LP UPയിൽ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ഭാഗം, ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി മാത്രമല്ല, മലയാളത്തിലായിരിക്കും വരുന്നത്. അപ്പം മലയാളത്തിൽ നമുക്ക് കുറേ വാക്കുകൾ പഠിക്കാനുണ്ട്. ആദ്യമൊന്നും നമുക്ക് എളുപ്പമായിട്ട് തോന്നില്ല, പക്ഷേ ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കിത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് നമ്മുടെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ചൈൽഡ് സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ, നിയമങ്ങൾ, സിദ്ധാന്തങ്ങൾ പഠിക്കുക. മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും ഉണ്ട്. വിദ്യാഭ്യാസപരമായ ചിന്തകരും ദർശകരും, മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ, ബുദ്ധി ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധി, വ്യക്തിത്വം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ, വൈജ്ഞാനിക വികാസം, സാമൂഹിക വികാസം, സാൻമാർഗിക വികാസം ഇമ്പോർട്ടൻ്റ് ആണ്. പാരമ്പര്യവും പര്യാവരണവും, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അഭിക്ഷമത, വാക്കുകൾ കണ്ടോ? അഭിക്ഷമത എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനാണ് അഭിക്ഷമത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഭിപ്രേരണ. അടുത്തത് സമായോജന ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയായിരിക്കും, പക്ഷേ എൻ്റെ മലയാളം വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം. മനഃശാസ്ത്ര ഗവേഷണോപാധികളും രീതികളും ഉണ്ട്. പാഠ്യപദ്ധതി ചട്ടക്കൂട് പഠിക്കണം. ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ, പഠനതന്ത്രങ്ങൾ, പിന്നെ ICT അത് നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. DLEDൻ്റെ സിലബസ് അടിസ്ഥാനമാക്കി, അതായത് ഈ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതും കൂടെ കരുതി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സൈക്കോളജി പഠിക്കണം. DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നല്ലൊരു ഇത് വേണം, ഒരു അറിയാമായിരിക്കണം അതിലെ കാര്യങ്ങൾ. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് നമുക്ക് എത്തും പെട്ടെന്ന്. പിന്നെയുള്ളത് പഠന വൈകല്യം. അത് കഴിഞ്ഞ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയും അറിവ് നിർമ്മാണവും, പഠന രീതികൾ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം, വിദ്യാഭ്യാസ ഏജൻസികൾ, കമ്മീഷനുകൾ നോക്കുക.
ഇത്രയുമാണ് സൈക്കോളജിയിൽ വരുന്നത് 20 മാർക്ക്. അപ്പം അത് വിട്ടുകൂടാ. അതിനുശേഷം വരുന്നത് നമ്മുടെ ഭാഷയാണ്. ഏതൊക്കെ ഭാഷയാണ് പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് ഭാഷയും പിന്നെ മലയാളം ഭാഷയും. ഇംഗ്ലീഷ് ഭാഷയുടെ മാർക്ക് എത്രയാണ്? മാർക്ക് കണ്ടോ, 10 അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്കത് പഠിക്കണം. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അതിനുശേഷം എന്താണ്? മലയാളം. അതും എന്താണ്? 10 മാർക്ക് തന്നെയാണ്. 10 മാർക്ക് നമ്മൾ ആ 10 മാർക്ക് അത് ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ നല്ലപോലെ ഡെയിലി വർക്കൗട്ട് ചെയ്യേണ്ട 3 സബ്ജക്റ്റുകളാണ് കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷിൽ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ഉണ്ട്. ഒരു പാസേജ് തരും, പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. കഴിഞ്ഞ LPUPക്ക് അങ്ങനെ ചോദിച്ച് കണ്ടില്ല. അപ്പോൾ എന്നാലും നമ്മൾ സിലബസിലുള്ളത് കൊണ്ട് അത് പഠിക്കണം. പാസേജ് തരും, അത് മലയാളത്തിലുണ്ട്. ഒരു പാസേജ് തരും, നമ്മൾ എന്ത് ചെയ്യുക? അത് വായിക്കുക, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എഴുതുക എന്നുള്ളതല്ല എന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്യുക, എഴുതാനൊന്നുമില്ല. ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ കുത്തുക. ഓക്കെ. ഇംഗ്ലീഷിൽ അടുത്തത് വരുന്നതാണ് ഗ്രാമറിൽ ഇത്രയും ടോപ്പിക്കുണ്ട്, 10 ടോപ്പിക്കുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ. ആർട്ടിക്കിൾ, കൺകോർഡ്, ടെൻസ് ആൻഡ് ടൈം, പ്രപ്പോസിഷൻ, ഫ്രേസൽ വെർബ്, ഡിറ്റർമിനേഴ്സ്, ജെറൻ, ലിങ്കേഴ്സ്, ഓക്സിലറീസ്, വൊക്കാബുലറി. അത് കഴിഞ്ഞ് പെഡഗോഗി ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്, പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് ആൻഡ് തോട്ട്, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ LPUP ക്ലാസ്സസ് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ് പഠിക്കാനുള്ളത് മലയാളം. എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മലയാളത്തിലുള്ളത് സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രപരം. ഇത് 3 10 മാർക്കിന് വരും. ഇമ്പോർട്ടൻ്റ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പഠിക്കണം. അടുത്തത് ഭാഷാപരം, ബോധനശാസ്ത്രപരം. ഇതിൻ്റെ അകത്ത് ഭാഷാപരത്തിൽ വ്യാകരണം വരും. ഗ്രാമർ അത് പഠിക്കണം. കാലം, ലിംഗം, വചനം, വാക്യഘടന, അനുപ്രയോഗം, വാക്യരൂപങ്ങൾ, വാക്യശുദ്ധി, പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, പദശുദ്ധി, ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ബോധനശാസ്ത്രപരം പെഡഗോഗിയാണേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, അതിൽ ഇയർ പ്ലാനും യൂണിറ്റ് പ്ലാനും ഇവാലുവേഷൻ അതൊക്കെ വരുന്നത് ഇതിലാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അവധാരണം, ഗദ്യം, പദ്യം അത് പഠിക്കുക. കാവ്യബോധം, അർത്ഥബോധം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഇതാണ് മലയാളത്തിൽ വരുന്നത്. ഇപ്പം നമ്മൾ LPUPയുടെ സിലബസ് ആണല്ലേ കണ്ടത്. ഈ സിലബസ് എല്ലാവരും എന്ത് ചെയ്യണം? പ്രിൻ്റ് എടുത്ത് കയ്യിൽ തന്നെ കരുതണം. കാരണം കയ്യിൽ വെച്ച് അത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ പെർഫോമൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും പ്രിൻ്റ് എടുത്ത് കയ്യിൽ കരുതുക. ഈ സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ? ഹിസ്റ്ററിയിൽ നിന്ന് എത്ര മാർക്കിനാണ് വരുന്നത്? 10 മാർക്കിന്. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററിയും ഉണ്ട്. അതിനുശേഷം വരുന്നത് ഒരു 5 മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ്. 5 മാർക്കിൻ്റെ ടോപ്പിക്സിൽ ജിയോഗ്രഫി വരുന്നുണ്ട്, ഇക്കണോമിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, സോഷ്യോളജിയും വരുന്നുണ്ട്. ഇത്രയും കൂടെയാണ് 5 മാർക്കിന്. അത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അതിനുശേഷം എന്താണുള്ളത്? അതിനുശേഷം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സും കെമിസ്ട്രിയും എത്ര മാർക്കാണ്? 7 മാർക്കാണ്. ബയോളജി 6 മാർക്കാണ്. അതിനുശേഷം എന്താണ് പഠിച്ചതല്ല അനലൈസ് ചെയ്തത്? മാത്സ് ആണ് അല്ലേ? മാത്സ് വരുന്നത് എത്ര മാർക്കിനാണ്? നോട്ട് ചെയ്ത് വെച്ചോ, 15 മാർക്കിനാണ്. അപ്പോൾ അത്രയും വെയിറ്റേജ് നമ്മൾ കൊടുക്കണം. പിന്നെ ഇംഗ്ലീഷ് എത്ര മാർക്കിനാണ്? ഇംഗ്ലീഷ് 10 മാർക്കിനാണ്. മലയാളം എത്ര മാർക്കിനാണ്? അതും 10 മാർക്കിന് തന്നെയാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കോർ ഏരിയ എന്താണ്? സൈക്കോളജി അല്ലേ? സൈക്കോളജി എത്ര മാർക്കിനാണ് വരുന്നത്? 20 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും തന്നെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. LPUP സിലബസ് അങ്ങനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ കണ്ടൻറ്റ് കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. മാക്സിമം നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു പോകാം. ലെറ്റ്സ് ലേൺ ടുഗെദർ ആൻഡ് അച്ചീവ് ഫോർ അവർ ഗോൾ.